പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരൂൺ. പ്രണയപ്പക ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. മരിക്കുമെന്ന് ഗ്രീഷ്മ ഷാരൂൺ കേസിലെ വിധി നാളെ പറയുകയാണ് കോടതി. കേരളത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ ഇവക്ക് മേടിച്ചു കൊടുക്കണമെന്ന്. കാര്യം തോന്നിവാസമല്ലേ അവൾ കാണിച്ചത്. ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു വിഷമം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഇന്റർവ്യൂ ഒന്ന് കാണണം. അവര് കരയുവാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ആ അച്ഛനൊന്നും കോടതിയിലൊന്നും പോയിട്ടില്ലായിരുന്നു, അച്ഛനൊന്നും സുഖമില്ലാത്തതിന്റെ പേരിൽ. എന്തായാലും ഇതുപോലെയുള്ള അപരാധികളെ ഒന്നും ഒരു കാരണവശാലും വെച്ച് കുറിപ്പിക്കരുത്. ഇവളൊക്കെ ജയിലിൽ തന്നെ കിടക്കേണ്ടതാണ്, ജയിലിൽ തന്നെ കിടന്ന് മരിക്കേണ്ട ആൾക്കാരാണ്. ഒരിക്കലും പുറലോകം കാണിക്കരുത്. ഇവളൊന്നും ഒരിക്കലും നന്നാവത്തില്ല. ജയിലിൽ പോയതിനു ശേഷം അവിടെയും കുറെ പരിപാടികളൊക്കെ കാണിച്ചതിന്റെ കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന പെണ്ണ്. എന്തായാലും കോടതി നാളെ വിധി പറയുകയാണ്. വധശിക്ഷ കിട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ റയറസ്റ്റ് ഓഫ് ദി റയർ കേസസിൽ മാത്രമേ ഇങ്ങനെ വധശിക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം വിധി വരത്തുള്ളൂ. എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു പോലീസ് ഓഫീസർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരൂൺ. പ്രണയപ്പക ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി ചെയ്യും. പ്രണയത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിയായിരിക്കും ഷാരൂൺ എന്നാണ് ഈ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത്. വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ആ പയ്യനോട് ഇങ്ങനെ കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവൾ എത്രമാത്രം ക്രിമിനൽ മൈൻഡഡ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെയുള്ള പെണ്ണുങ്ങളോട് കാര്യം ഇപ്പം നിങ്ങൾ കുറേ കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പുതിയ വകുപ്പും കൂടെ വന്നതിന് ശേഷം പല പെൺപിള്ളേരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുവാണ്. ആ വകുപ്പുകൾ പീഡന കേസ് പോലും വ്യാജമായിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത്, പലരുടെയും ജീവിതം താർക്കാനായിട്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് വേറെ നിയമം, ആണുങ്ങൾക്ക് വേറെ നിയമം എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. എന്തായാലും ഇനി അത് മാറ്റണം. കാര്യം ഈ ഒരു വിധിയോടെ കൂടിയിട്ട് ഇതെല്ലാം മാറണം. കാര്യം കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം തെണ്ടിത്തരമാണ്. കാര്യം അവസാന നിമിഷങ്ങളിൽ പോലും ഈ പറയുന്ന ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. കാര്യം അവസാനം മരണമൊക്കെ ഉറപ്പാക്കിയ ആ ഒരു സമയത്തെങ്ങാണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് അത്രയും ആത്മാർത്ഥയായിട്ട് ഈ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവൾ ഈ തന്തയില്ലാത്ത പരിപാടി കാണിച്ചത്. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കേട്ട് നോക്കാം. ശരി, ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയും 3-ാം പ്രതി അമ്മാവൻ നിർമ്മലാകുമാരനും പ്രതികളാണ്, കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 2-ാം പ്രതിയായിരുന്ന അമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ്. തെളിവുകളുടെ അഭാവത്തിലാണ് 2-ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. 3-ാം പ്രതി ഈ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തു. അതിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കുകയാണ്. 1-ാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ കൊലക്കുറ്റം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും സാധിച്ചിരിക്കുകയാണ്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെയായിരിക്കും ഇവർക്കുള്ള ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് പ്രഖ്യാപിക്കുക. അമ്മാവനെതിരെയുള്ള തെളിവുകൾ എന്തായാലും അമ്മ വെറുതെ വിട്ടിരിക്കുവാണ്. എന്തായാലും അമ്മ ഇതിനകത്ത് യാതൊരു ബന്ധമില്ലെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അമ്മയ്ക്കും കൂടെ ശിക്ഷ വിധിക്കാഞ്ഞെന്നാണ് ഞാൻ വണ്ടടിക്കുന്നത്. എന്തായാലും അമ്മയ്ക്കും കൂടെ ശിക്ഷ വിധിക്കണം, എങ്കിലേ ഇതിനകത്ത് കാര്യമുള്ളൂ. കാര്യം ഇവിടെ എല്ലാവരും കൂട്ടുപ്രതികളാണ്. എന്തായാലും അമ്മാവന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അവർ അപ്പീൽ പോകും, ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നത് തന്നെയാണ് ഷാരോണിന്റെ വീട്ടുകാർ പറയണത്. ഷാരൂണിന്റെ ഫാമിലിയുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടുപോക്കാം. വളരെ ഇമോഷണലി എന്തോ പറയണ്ട, അവർ മാനസികമായിട്ട് ഫുള്ള് തകർന്നിരിക്കുവാണ്. ഈ ഒരു കാര്യം വീണ്ടും കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആ അമ്മയ്ക്ക് പറയാൻ വാക്കുകളില്ല, കരയുവാണ്. 3 പേരെയും ശിക്ഷിക്കണമായിരുന്നു, അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. അമ്മ അവളും കൂട്ടു നിന്നതല്ലേ എന്റെ പൊന്നു മോനെ. എന്നെ നീക്കണെങ്കിലും സത്യസന്ധനമായാണ് എന്റെ പൊന്നു മോനെ. 3 പേരും ചേർന്നാണ് മകനെ കൊന്നതെന്നും പരമാവധി ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്നും ഷാരോണിന്റെ അമ്മ പ്രിയ വാവിട്ട് നിലവിളിച്ചു പറയുകയാണ്. മോനും കൂടെ ചേർന്ന് കൊന്നു കളഞ്ഞല്ലേ, എന്റെ ജീവനല്ലേ എടുത്തു കളഞ്ഞത്. എന്റെ പൊന്നു മോനും പാവമാണ്, ഭയങ്കര സത്യസന്ധനാണ്. അയ്യോ
അമ്മ സിന്ധുവിന് പങ്കുണ്ട്. ഗ്രീഷ്മയ്ക്ക് ഉയർന്ന ശിക്ഷ കൊടുക്കണം. അവിടെ അമ്മയും കുറ്റക്കാരിയല്ലേ, പിന്നെ എന്ത് തിരിച്ചു വെറുതെ വിട്ടത്? അവിടെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. നാളെ ശിക്ഷാവിധി അറിഞ്ഞ ശേഷം അഭിഭാഷകരുമായി ആലോചിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് ഷാരോണിന്റെ അച്ഛൻ ജയരാജ് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. പക്ഷേ എന്നാലും അവരിത്രയും നാൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള കുറച്ചൊരു വിഷമമുണ്ട്. ആ വിഷമം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്കൊക്കെ പേഴ്സണലി വന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ അത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ ഒരു പയ്യനെ ഈ ഒരു രീതിയിലൊക്കെ അവനെ കൊന്നു കളയുമെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ പറയുന്ന ഗ്രീഷ്മ ഈ ഒരു കേസിൽ കൊടുക്കാനായിട്ട് പ്രധാനമായിട്ട് ഈ ഷാരോണിന്റെ ചേട്ടന് നല്ല പങ്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഷാരോണിന്റെ ചേട്ടനാണ് ഇവളെ നൈസായിട്ട് കുടുക്കിയത്. അതായത് ഇവളോട് ഫോണിൽ സംസാരിച്ച് ഇവള് പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇഞ്ഞെടുത്ത് അവള് പോലും പ്രതീക്ഷിച്ചില്ല അതിനകത്ത് കുരുങ്ങുമെന്ന്. ആ ഒരു വോയിസ് ഇടയ്ക്ക് വെച്ചിട്ട് അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വോയിസ് കേൾക്കുന്നതിന് മുന്നേ തന്നെ ഷാരോണിന്റെ ചേട്ടന്റെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അത് ഞങ്ങളുടെ അടുത്ത് ഒരു കഷായത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു, അമൃതോത്തര കഷായം എന്ന് പറഞ്ഞു. അപ്പം അത് കുടിച്ചിട്ട് യാതൊരു കാരണവശാലും ഇങ്ങനെ വരത്തില്ല എന്ന് 100% ഉറപ്പായിരുന്നു. അപ്പോൾ ആ ഒരു സംശയം തന്നെയായിരുന്നു എന്നെ ഇത് വേറെന്തോ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡൗട്ടിലോട്ട് എത്തിയത്. പിന്നെ ഡോക്ടർ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഈ ഒരു സിംറ്റംസ് കണ്ടിട്ട് ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം അന്വേഷിച്ച് നോക്കിയത്. എപ്പോഴാണ് ഷിമോണിന് ഈ ഗ്രീഷ്മേനെ ഒരു സംശയം തോന്നി തുടങ്ങിയത്? തുടക്കത്തിൽ ഈ സിംറ്റംസ് വെച്ചിട്ട് തന്നെ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഷായം കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേറെ ഒരാളുടെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തൊട്ട് മനസ്സിലായി പുള്ളിക്കാരിയാണ്. ഈ അവസാനം വരെയും ഷാരോൺ ഗ്രീഷ്മയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ളതാണല്ലോ പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ. അതിനെ നമ്മൾ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുന്നത്? രജിൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തപ്പോഴത്തേക്കും അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ ചെന്നു, അവിടെ നിന്ന് ഗ്രീഷ്മ കഷായം കൊടുത്തതും അവൾ ഗ്ലാസ്സിൽ കൊടുത്തെന്നും കുടിച്ചതും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അന്ന് വിഷം കലർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അവനും അറിയത്തില്ല, അന്ന് അവൻ പറഞ്ഞില്ല. പക്ഷെ അതിന് ശേഷം അവനിങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പപ്പയെടുത്ത് അവൻ പറഞ്ഞായിരുന്നു. പപ്പ രാവിലെ ക്ലീനാക്കാൻ പോയപ്പോഴാണ് പപ്പയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും. ഇതിനകത്ത് രജിൻ എന്ന് പറയുന്നൊരു പേര് പറയുന്നുണ്ട്. എനിക്കൊന്ന് ഷാരോണിന്റെ ഫ്രണ്ടാണത്. എന്തായാലും ഈ ഒരു കേസിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ മെയിനായിട്ട് നിന്ന ആൾക്കാരെ അവർക്ക് സാക്ഷിയായിട്ട് നിന്ന് എന്തായാലും ആ ഒരു കാര്യത്തിനകത്ത് നല്ല രീതിയിൽ വിജയം കണ്ടിട്ടുണ്ട്. ഇനി മേ ബി ഇവരിനി ചിലപ്പോൾ ഹൈക്കോടതിയിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഈ ഗ്രീഷ്മയുടെ ഫാമിലിക്ക് പോകാൻ പറ്റും, അപ്പീൽ കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവൾ എവിടെ അപ്പീൽ പോയിട്ടും വലിയ കാര്യമില്ല. കാര്യം കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരത്തിന് നല്ല ശിക്ഷ തന്നെ അവൾക്ക് വിധിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവൾ ഇങ്ങനെ കയറി നടക്കത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഹൈക്കോടതി പോയാലും സുപ്രീം കോടതി പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ അവളുടെ ജീവിതം ഇങ്ങനെയാണ്. അവൾ നരകിച്ച് അവൾക്ക് ആ ഒരു ജീവിതം അനുഭവിക്കണം, എങ്കിലേ ആ ഒരു പെയിൻ അവൾക്ക് കിട്ടത്തുള്ളൂ. കാര്യം കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിനെ നാലോചിക്കും. ഒരു ജീവൻ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കഷായത്തിൽ കലക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രത്തോളം അവളുടെ മൈൻഡ് എന്തുമാത്രം പോയിസൺ ആയിരിക്കും. ഇനി ഈ പറയുന്ന ഷീമോൻ്റെയും കഷായം ഗ്രീഷ്മയുടെയും ഒരു വോയിസ് ഉണ്ട്. ആ വോയിസാണ് ശരിക്കും ഇതിൻ്റെ മെയിനായിട്ടൊരു വൈറ്റൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൻ്റെ. അത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, പറഞ്ഞു. ആ ചേട്ടാ, ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചതുകൊണ്ട് കണ്ണുമൂട്ടില് മേലെ ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു. ഇപ്പം വാട്സാപ്പിൽ അതിന്റെ ഇട്ടേക്ക്. എനിക്ക് പേരറിഞ്ഞൂടാ, അറിയാവൂ. കണ്ണുമൂട്ടിന്ന് എളഞ്ചിറയിലോട്ട് പോകുന്ന റൂട്ടില് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ്. ആയുർവേദ ഷോപ്പ് അല്ലേ? ആയുർവേദ ഷോപ്പാണ്. അല്ല, പുസ്തകങ്ങളുടെ ഫാർമസി അല്ല, ഇനി ചോദിക്കണ്ട, കുഴപ്പമില്ല. അത് മെഡിസിന് രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷൻ കഷായം എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം. അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല. പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി, അതില് ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും കേട്ടല്ലോ, ഇവിടെ എത്ര ബുദ്ധിപരമായിട്ടാണ് അവളുടെ സംസാരം എന്ന് കണ്ടില്ലേ? എന്തായാലും അവളുടെ ആ ഒരു കഴപ്പ് അങ്ങ് തീർന്നു കിട്ടിയല്ലോ. എന്തായാലും ഇതോടെ കൂടിയിട്ട് എന്തായാലും നാളെ വരുന്ന വിധി നമുക്ക് കാത്തിരിക്കാം. നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടണം. പിന്നെ ചിലയിടത്തൊക്കെ ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കോടതിയുടെ വിധി കേട്ടപ്പോഴത്തേക്ക് ഇവള് കരഞ്ഞെന്നും കണ്ട്.
ഇവള് കരയാനായിട്ട് ശരിക്കും കിടക്കുന്നേ ഉള്ളൂ. ഇവള് പൊട്ടി കരയണം. കരച്ചിലൊക്കെ വെറുതെയാണ്. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ജയിലിൽ പോകാൻ നേരത്തെ കണ്ട് എന്തോ തരികട കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ അതിന് ശേഷം ജയിലിനകത്ത് നിന്ന് എന്തൊക്കെയോ അടിപിടി കേസുകൾ, പരിപാടികൾ, അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ശിഷ്ടകാലം ജയിലിൽ തന്നെ ആയിരിക്കും ജീവിതം. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.